ആമി ഓണായിട്ട് എന്താ പരിപാടി? അപ്പൊ ഇന്ന് ഉത്രാടാണ്. ഉത്രാടായിട്ട് എന്താ പരിപാടി നമുക്ക് കാണാം അല്ലേ? എന്ന് വിചാരിച്ചു ഓണല്ലേ, അപ്പൊ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഒരു കാര്യം കാണിച്ചിട്ട് ഇതാണ് കുട്ടി ടോയുടെ ഉത്രാട മൊത്തം കാണില്ല. ഇവന്റെ പേരാണ് ക്ലൗഡി പഫ്. ഇവനൊരു പ്രത്യേകത ഉണ്ട്, അത് കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. കണ്ണില്ല, കണ്ണടിച്ചു പോയി. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന്. അപ്പം ഇനി നമുക്ക് ഉത്രാടായിട്ട് എന്തൊക്കെ പരിപാടികൾ? നമ്മൾ കാക്കരപ്പനെ നമ്മൾ റെഡ് കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് അലങ്കരിക്കാനുണ്ട് അമ്മയ്ക്ക്. പിന്നെ അമ്മ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പൂക്കളിടണം, പിന്നെ ഓണം ഇട്ടണം, കുമ്മാട്ടിക്കളി ഉണ്ട്. കുമ്മാട്ടിക്കളി കാണണം. അപ്പം നമുക്ക് നോക്കാം അല്ലേ, ഉത്രാടം തൊട്ട് തിരുവോണം വരെ. അതാണ് ഇന്നത്തെ വീഡിയോ. ചേട്ടാ ഉത്രാടപ്പാച്ചല്ലാണോ? ഉത്രാടപ്പാച്ചല്ലായിട്ട് ആരവിടെ ഇരിക്കണേ? ടിൻഡു മോളത് കേട്ടോ ചേട്ടാ. ദുബായിലാണ് നമ്മൾ ഇത്ര ട്രാഫിക് കാണാറ് അല്ലേ? ട്രാഫിക് ഉണ്ട്, നല്ല മഴയുണ്ട്. അപ്പൊ അഡ്വാൻസ് ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. രേവതേ സൗകര്യമായിട്ട് ഒരു പാച്ചിലില്ലാണ്ട് രേവ നമ്മുടെ കാക്കരിപ്പന് എന്താ രേവ കുത്തണ അണിയിച്ചൊരുക്കാണ്. പല സ്ഥലങ്ങളിലും ഈ കാക്കരിപ്പന് പല പേരുകളിലാണ് പറയപ്പെടുക. ഞങ്ങളുടെ തൃശ്ശൂര്, ഞങ്ങളുടെ കിഴിപ്പള്ളിക്കരയില് കാക്കരിയപ്പൻ അല്ല, പലരും ഓണത്തപ്പൻ, തൃക്കാക്കരപ്പൻ, പല പല പേരുകളും പറയും. ഞങ്ങൾ കാക്കരിപ്പൻ എന്നാ പറയാ. ഇപ്പൊ രേവ പല പല ഡിസൈനുകൾ ചെയ്യാണ്. ഇത് കാലത്ത് തന്നെ റെഡാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഈ ഇതിന് മാത്രം കാക്കരിപ്പനെ മാത്രം ഡിസൈൻ ചെയ്താൽ മതി. ബാക്കി ഇവിടെ പൂവൊക്കെ വരുന്ന കാരണം ഇതിനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും വേണ്ട. അപ്പൊ വൈകിട്ടാണ് നമ്മൾ ഉത്രാടത്തിന് വൈകിട്ടാണ് നമ്മൾ ഓണം കിട്ടാം. ചിലർ പുലർച്ചെ കിട്ടും, തിരുവോണത്തിനൊന്ന് പുലർച്ചെ കിട്ടും. ഞങ്ങൾ ആദ്യമൊക്കെ തിരുവോണത്തിനൊന്ന് പുലർച്ചെ കിട്ടാറ്. ഇപ്പൊ സ്ഥിരം ഉത്രാടത്തിനൊന്ന് വൈകിട്ട് കൂട്ടി കിടക്കുക ചെയ്യാം. അപ്പൊ ആമിക്കുട്ടിക്ക് ഇത് ഒരുപാട് എന്താ പറയാ, കൊറേ ഓണം ഉണ്ടതാണ് അമ്മി. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇതില്. തേവനേലും കൂടുതൽ ഓണം ഉണ്ടാ. ക്ഷീണിച്ച കഴിഞ്ഞ എന്നിട്ടാ പണി കിട്ടിയ? എന്ത് പണിയാ കിട്ടിയ? 8ന്റെ പണി. സമയം വൈകിട്ട് 6:45. 23-ാം ദിവസം വൈകിട്ട് 6:45. അങ്ങനെ പൂക്കള ഫിനിഷായില്ലേ? പൂക്കളല്ല, പൂവരിയില് ഫിനിഷായി. സെറ്റ് ആയിട്ടുണ്ട്. പൂക്കളിടാൻ വേണ്ടു. കണിയണ ചെയ്തോ? എന്റെ മുന്നിൽ കേട്ടോ. പഠിക്കല്ലേ ആർട്ടിസ്റ്റ് ചേർത്ത് മതി. ഹീറോ ഹീറോ ഹീറോ. ഇങ്ങനെ രേവയുടെ കലാവിരുദ്ധ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. രേവ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ എന്താവും അറിയില്ല. എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ രേവയുടെ പൂക്കളിട്ട് കഴിഞ്ഞു കൂട്ടാ. പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല പ്രകൃതി മഴയും പെയ്തു. രേവ ക്ഷീണിച്ച രേവ ആമിക്കുട്ടി അച്ഛന്മാരെ കൂടെ ഉറങ്ങി തോന്നുന്നുണ്ട്. TV ഇവിടെ വെച്ചിട്ടുണ്ട്. ആള് കാണാനില്ല, സോഫയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ പൂക്കളം ലാസ്റ്റിലായിരുന്നു അവസ്ഥ. ഏതായാലും കിടന്നുറങ്ങട്ടെ. ഏകദേശം ഒരു 11:30-12 മണിയായി അല്ലേ?
ഹലോ, ഹാപ്പി ഓണം. ഓണായിട്ട് ഇന്ന് വീഡിയോസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രേവ, ഹാപ്പി ഓണം. എവിടേക്ക് പോണേ? രേവയ്ക്ക് ആ കൺഫ്യൂഷൻ എന്താ പറയണ്ടേ, പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ. രേവ, ഞാൻ ഈ മുണ്ട് എടുത്തപ്പോഴേ, ഈ ബ്ലാക്ക് മുണ്ട് ഇപ്പോഴത്തെ ഫാഷൻ അല്ലേ, എല്ലാരും ചോദിക്കുക എപ്പോഴാണ് മലയ്ക്ക് പോണേ. ശബരിമലയ്ക്ക് പോവാണോ? ഇത് ആമിയുടെ സാരി, ഷോർട്ട് സാരി. അമ്മി ഏത് മൂട്? ഓണം മൂട്. എത്തിച്ചോക്കണ നമ്മളെ വീട്ടിലേക്ക് വരാം. മാമന്റെ വീട്ടിൽ പോലുള്ള തിരക്കാണ്. എങ്ങനെയുണ്ട് ഇത്? ഞാൻ അധികം പൂക്കൾ വേണം, നല്ല രസമുണ്ടാവും. ചേട്ടാ നമ്മൾ കൊണ്ടുവന്ന നാളത്തെ ഹലോ ഹായ്. ആ അതെ ഹലോ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ. വേണ്ട വേണ്ട വേണ്ട, അത്ര വേണ്ട. ട്രെയിൻ വരുമോ? ട്രെയിൻ വരുമോ? അത് പോണ്. അവനെ പിടിച്ചാലോ? നമുക്ക് പിടിക്കാം, നമുക്ക് അവനെ. എന്നിട്ട് ട്രെയിൻ പോണ വെച്ചാണോ? ഓണായ കാരനെ ആരും വീട്ടിലിരുന്ന് ഓണം. എവിടെ കാര്യമായിട്ട് നോക്കണ സംഭാഷണം, സൗഹൃദ സംഭാഷണം. ഇട്ടോക്കിയൊക്കെയാ കൂട്ടില്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇട്ടോക്കിയൊക്കെയാ. ആമി വരും, പപ്പിയുടെ ആളാണ് ആമി. മനസ്സിലാക്കട്ടെ പപ്പിനെ. കേറുമ്പോ അതുണ്ടാവും. കേറാൻ പറ്റണ്ടേ? സെറ്റ് രണ്ടുപേരും ഫ്രണ്ട്സായി. അച്ഛൻ വിട്ടുണ്ടായിരുന്നില്ലേ നാളേരം? അതാണ് ഇത്. ശരി അച്ഛന്റെ പായസം അറിയില്ല, ഇത് അച്ഛൻ ചെയ്യാൻ അറിയില്ല. അച്ഛമ്മ പഠിപ്പിച്ചു കൊടുത്തരാ അല്ലേ? അല്ല അച്ഛമ്മ, അച്ഛമ്മ പഠിപ്പിച്ചു കൊടുത്താ. അന്ന് നമുക്ക് ഓണസദ്യ ഉണ്ടാക്കുമ്പോ കൂടെ മാമീനെ കൊണ്ടുവരുമ്പോ നമുക്ക് കാണാം. നാളികേരം ചെത്തിക്കഴിഞ്ഞു കാണട്ടെ. എവിടെയാണ്? അച്ഛനൊന്നും സ്നേഹിച്ചിട്ടില്ല കേട്ടാ. കണ്ട വെല്ലം വരെ ഇല്ല. പോയ താമസ കളി കളിക്കും. അച്ഛമ്മ ചെയ്യുന്നേ വേറെ നമുക്ക് നോക്കാം. ഓളൻ ചൂട് അവല് ചോറൊക്കെ റെഡി. കാട്ട ചോറ് ഓക്കെ. പപ്പട റെഡി, സദ്യ ഒക്കെ റെഡി പറയണത്. നമുക്ക് സദ്യ റെഡി ആവുമ്പോ കാണാം. സദ്യ ഉണ്ണാറായ? സദ്യ കഴിഞ്ഞുണ്ട്. കഴിയേ? കഴിഞ്ഞു. തുടങ്ങിയിട്ടില്ലല്ലോ. നിർത്തി വെക്കി. ഇനി സദ്യ കഴിഞ്ഞിട്ടേ മടക്കി വെക്കാൻ പാടുള്ളൂ. കറികൾക്ക് വെള്ളം പെട്ട കാറ്ററിംഗാരോട് എല്ലാ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ചേച്ചിക്ക് ചിലപ്പോ അതറിയില്ല. നമ്മുടെ ആമിക്കുട്ടിയുടെ വിളമ്പൽ, ഇഷ്ടപ്പെട്ട ആമിക്കുട്ടിക്ക് സാധനം. എന്നിട്ട് ആമി അത് പപ്പടം. എന്നിട്ട് അച്ചാറാ നമ്മളെ അപ്പുറത്ത് വെച്ചോ. ആമിക്കുട്ടി പപ്പടം കടിച്ചിട്ടേക്ക് വെക്കണേട്ടാ. ഓലൻ 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 ഓലൻ. എന്താ ആമി മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന്? ഒരാളിരുന്നിട്ടില്ല. ആമിയുടെ ചോറുണ്ട് കഴിഞ്ഞു തുടങ്ങിയില്ല.
കഴിഞ്ഞിട്ടില്ല. എല്ലാവരും സദ്യക്ക് ഒരുമിച്ചല്ലേ ഇരിക്കുക. ആ ഞാൻ ഇതും ഇങ്ങനെ ഇരിക്കല്ലേ. ടേസ്റ്റ് നോക്കുന്നല്ല എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോന്ന് അതല്ല. സദ്യ നമ്പർ 2 ഉച്ചക്ക് 2 സദ്യ. ഉണ്ണിക്ക് ചോറ് കൊടുത്തിട്ടില്ലേ, പപ്പടം വരുന്നുണ്ട്. ഒമ്പോ ഗവൺമെന്റ് പപ്പടാണല്ല. ആത്മിക സിജു. ഹാപ്പി ഓണം പറഞ്ഞ മീ. ഹാപ്പി ഓണം. ഓക്കെ. ഹാപ്പി ഓണം. അങ്ങനെ നമ്മൾ രേവയുടെ വീട്ടിലും കൂടി പോയി വന്നു. പിന്നെ നമ്മൾ വൈകിട്ട് ഒരു സിനിമ കാണാൻ പോയേട്ടാ. പുതിയ മൂവി ഉണ്ടായിരുന്നല്ലോ ഹൃദയപൂർവ്വം. അത് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചു ഓണം, ഉത്രാടം മുതൽ തിരുവോണം വരെ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ വി ആർ സൈനിങ് ഓഫ്. ബൈ.